നിങ്ങൾക്കറിയോ ചുറ്റിലും ഇങ്ങനെ ഉപഗ്രഹം ചുറ്റുന്ന മാതിരി ആൾക്കാർ ഇങ്ങനെ നടക്കേനു മൊഞ്ചൊന്ന് കാണാൻ വേണ്ടിട്ട്. ഒരു കാലം ഈ മീൻകാരന്റെ കൂടി എന്നും കൂടിയോ അന്ന് തുടങ്ങി കഷ്ടകാലം. ഒരു പവറും ഇല്ല പത്രാസും ഇല്ലാത്തൊരു മനുഷ്യൻ. നല്ലൊരു ചുരിദാർ ഇടാൻ പറ്റൂല, ഒരു സാരി ഉടുക്കാൻ പറ്റൂല. എന്തിന് മര്യാദയ്ക്ക് ഒന്ന് അണിഞ്ഞൊരുക്കി നടക്കാൻ പറ്റുമോ? മൊരടേനാ മൂപ്പര് ഒരു പയ്യ മനുഷ്യനാ. മീനി MIT മീനി, ഇത് മാത്രമേ മൂപ്പർക്ക് ഒരു വിചാരം ഉള്ളൂ. ഹലോ പറഞ്ഞു തീർന്നില്ലല്ലോ. അന്നപ്പോൾ കഥ വരുന്ന പഠിത്തൊന്നും പാണ്ടിലൂറിയൊന്നും കേറി ചാവൂല മനുഷ്യൻ. ആ വരുന്നല്ലോ മീൻകാരെ, വരി. അതോ ഓളെ കൂട്ടുകാരിന്റെ നിക്കാറുണ്ട്, അതിന് വേണ്ടിട്ട് എന്തൊക്കെ മേക്കപ്പ് സാമാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോയതാ. എന്തായാലും ഓള് ഈ പുറത്തു പോകുമ്പോ ഓളെ മേലെ എനിക്കൊരു കണ്ണ് വേണം പാത്തു. ഇഞ്ച കണ്ണെടുത്തിട്ട് ഞാൻ ഓളെ മേത്ത് വെക്കുക, അന്നപ്പോ ഞാൻ എന്തോണ്ടാ നോക്കുക? എന്റെ കണ്ണ് ഓളെ മേലെ വെക്കാനല്ല പറഞ്ഞത്, പിന്നെ ഓളെ മേലെ ഒരു നോട്ടം വേണം. ഓക്കുണ്ടേത്തപ്പോ ഒരു കുഴപ്പോ? ഓക്ക് ഒരു കുഴപ്പമില്ല, അതാണ് ഓളെ കുഴപ്പം. ഓളെ നടത്തുന്നത്ര ശരിയായിട്ട് ഞമ്മക്ക് തോന്നില്ല പാത്തു. അതായത് ഓക്ക് എത്ര ചുരിദാർ വീട്ടില് അലമാറിലൊക്കെ നോക്കി അട്ടിക്കട്ടിക്ക് വെച്ചിക്കല്ലേ ചുരിദാർ. ഈ ചുരിദാറിന്റെ കളറിനനുസരിച്ചുള്ള ചെരുപ്പുകൾ എത്ര ചെരുപ്പാണ് നോക്ക് കൊലായിലേക്ക്. പിന്നെ അതാ ഓൾ ആ ചുരിദാറിന്റെ കളറിനനുസരിച്ചുള്ള കുറെ വാച്ചുകളും. അല്ല ഇവള് മീൻകാരൻ MIT മൂസന്റെ മോളന്നല്ലേ, അല്ലാണ്ട് ജയലളിതന്റെ മോളൊന്നും അല്ലല്ലോ. അതാണ് പറയിപ്പിക്കണ്ട. എന്തായാലും ഓളെ ചുരിദാറൊന്നും അത്ര ശരിയില്ല, അതാണ് നമ്മള് പറയണേ. ഓളെ ചുരിദാർ ശരിയില്ല. ഉപ്പയും മോളും കൂടി അല്ലേനോ കഴിഞ്ഞ പെരുന്നാക്കാൻ വാങ്ങിയേ? അതല്ല പാത്തോ, ഈ ചുരിദാറിന് എന്തിനാണ് ഇതുവരെ കീറല്? അല്ല പണ്ടൊക്കെ ചുരിദാറിന്റെ കീറൽ ഇതുവരെ, പിന്നെ അതെല്ലാം കൂടി ഇവിടെ എത്തി, ഇപ്പൊ ഇവിടെ എത്തി, ഇനി ഇതെല്ലാം കൂടി ഇവിടെ എത്തുവോ? ചിലപ്പോ ആടൊക്കെ എത്തു. അതൊക്കെ പുതിയ ഫാഷനാ. നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തേത്തു ഓൾഡ് ജനറേഷൻ. വാപ്പോ മനുഷ്യൻ ഇംഗ്ലീഷ് ഒന്ന് അറിഞ്ഞൂടേലോ. പഴയ ആൾക്കാര് അതിനാണ് ഓൾഡ് ജനറേഷൻ എന്ന് പറയാ. നമ്മളൊക്കെ പുതിയ ഫാഷനുള്ള ആൾക്കാര് ന്യൂ ജനറേഷൻ. മനസ്സിലായോ? അതുമല്ല പാത്തു, പിന്നെ ഓളെ കൈമൽ എപ്പോഴും മൊബൈലാ. ശ്രദ്ധിച്ചുണ്ടായി? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് നേരം മൊബൈല്. ആരോട് അവൾ ഇങ്ങനെ വർത്താനം പറയണേ? ഇപ്പോൾ നടന്നു പോകുമ്പോ വരെ ഓൾ ആരോടോ വർത്താനം പറഞ്ഞിട്ടാ പോണേ. ഞാൻ അങ്ങോട്ട് വരുന്നൊന്നും എന്റെ മോള് നമ്മളെ കണ്ടില്ല. ആരോട് അവൾ ഇങ്ങനെ വർത്താനം പറയണത്? ആ റോഡ് മുറിച്ച് കിടക്കുമ്പോ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാൽ ഓള് മയ്യത്തായി പോകൂലേ? മൂസക്കായി അത് ഓളെ കൂട്ടുകാരികളോട് അങ്ങനെ എന്തെങ്കിലും വർത്താനം പറഞ്ഞതായിരിക്കൂ. എല്ലാത്തിനും നിങ്ങൾ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കണേ. കാലത്തിനനുസരിച്ച് നമ്മള് കോലം മാറണം. ഇപ്പൊ തന്നെ ഓളേടാ നിക്കണ് ഏട്ടാ പോണെന്നൊക്കെ അറിയണമെങ്കിൽ ഞമ്മക്ക് നമ്മള് മൊബൈലിൽ വിളിച്ചാ പോരെ. അതാണ് മൊബൈലിന്റെ ഗുണം. ഈ വിളിച്ച അവള് കൃത്യമായിട്ട് നിക്കണ സ്ഥലം പറഞ്ഞു തരും. എന്റേതല്ലേ മോള്? തങ്ങൾക്ക് സംശയം ഉണ്ടോ അല്ലേ മോളിന്? നോക്ക്, മാണ്ടാത്ത വർത്താനം പറയണ്ട. നിങ്ങള് മാണ്ടാത്ത പറയണ്ട. എപ്പോഴും ഇഞ്ച മോളൊരു കുറ്റം പറയല. ഒക്കെ ഇഞ്ച മൊഞ്ച് കിട്ടിയിട്ടാ, ഇഞ്ച ബുദ്ധി കിട്ടിയിട്ടാ. ഞമ്മളൊരു കാര്യം പറയാം, ഇഞ്ച മോളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുഴപ്പമുണ്ടാകാൻ പോണത് നിങ്ങളെ മോനെ കൊണ്ടാ. ഓന്റെ മേലൊരു കണ്ണുള്ളത് നല്ലതാ. ഓനെന്തേടി? ഓനെന്താ കുഴപ്പം? ഓന് കുഴപ്പേ ഉള്ളൂ. ഓന്റെ കുറച്ച് ന്യൂ ജനറേഷൻ ചെക്കന്മാർ ഇവിടെ വരാണ്ട് ഇങ്ങനെ പടപടപെടാന്ന് പൊടിയും കഴുത്തിലും കാതിലും മൂക്കിലും ഒക്കെ തുളച്ചെന്തൊക്കെ ആണിയും കുന്തോ കൊച്ചക്കറോ ഒക്കെ ഇട്ടേറ്റിങ്ങള്. പിന്നെ നിങ്ങൾ ഇഞ്ച മോളെ ചുരിദാറിന് കുറ്റം പറഞ്ഞില്ലേ? നിങ്ങളെ മോനേടാ പാന്റ് ഇടല്. ബാക്കി മുഴുവൻ ഓന്റെ സദ്യ കാണല്. ഇഞ്ച മോളെ കുറ്റം പറയാൻ വന്നിക്കണ്. നിങ്ങളെ മോന്റെ ചുണ്ടിന്റെ അകത്ത് കണ്ടിക്കോ. ഇവിടെ എന്തോ ഒരു സാധനം കൊണ്ട് കുത്തിത്തിരിക്കും. ഹേൻസി, പിന്നെ ചൈനീക്കൂനി. മോനോ? നിങ്ങളെ പുന്നാര മോൻ റിസ്വാനി. ഇന്നലെ നിങ്ങളെ മോൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഓന്റെ ആരാധനാപാത്രം ആരാന്നറിയോ? സരിതാനായി. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലെ മുഴുവൻ ആണുങ്ങളെ ആരാധനാപാത്രം സരിതാനായനാണല്ലോ. നിങ്ങളേക്ക് നല്ല സംശയം. നിങ്ങൾ തന്നെ നിങ്ങളെ മൊബൈൽ ഇങ്ങോട്ട് എടുക്കി. എന്തിനാണ് ഇങ്ങോട്ട് എടുക്കി? നമ്മൾ നോക്കട്ടെ. ഇത് നമ്മളെ മൊബൈലിൽ അതില്ലല്ലോ. ഏതില്ലല്ലോ? മറ്റേതില്ലല്ലോ. ഏത് മറ്റേത്? മറ്റേ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ. ഇല്ലാത്തേ കൊണ്ട് നിങ്ങൾ കഴിച്ചില്ലേ? ബാലേട്ടൻ മൊബൈലുണ്ട്. അല്ല ബാലേട്ടൻ മൊബൈലിൽ ഉണ്ട് എന്ന് ബാലേട്ടൻ പറഞ്ഞാ നമ്മള് നോക്കിയില്ല. നോക്കിയാൽ നിങ്ങൾ നമ്മൾ കൊന്നാലും നിങ്ങൾക്ക് അറിയാലോ നമ്മളെ സ്വഭാവം. അത് ഞമ്മക്ക് അറിയില്ല പാത്തു. എന്നാലും ഈ മോളെങ്ങനെ കയറൂരി വിടരുത്. ഇപ്പത്തെ കാലം അങ്ങനെയാണ് പാത്തു. മൂസക്കായി നമ്മൾ നിങ്ങളോട് പിന്നെയും പറയാണ്, നിങ്ങൾ ഓളെ മേല് കണ്ണു വെക്കുന്ന കാര്യം വിടി. ഓളെ പറ്റി നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. ഓൾ ഇഞ്ച മോളാണ്. അതാ ഞമ്മക്ക് വേടി. മൂസക്കായി മാണ്ടേ. ഇനി ഏതെങ്കിലും ആണുങ്ങൾ ഓളെ മേല് കൈവെക്കാൻ വന്നാല് അതോട് ചോദിച്ചോളൂ. എന്ത്? നിങ്ങൾ കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടിക്കോ? നിങ്ങൾ നട്ടലുള്ള പെണ്ണു
പിടിച്ച് കേട്ടിക്കൊണ്ടുപോകുന്ന ഞമ്മക്ക് പേടി. ബാപ്പു അറുപത്തിന്റെ വർത്താൻ ഭംഗിയില്ലേ മനുഷ്യ. എന്തായാലും പാത്തോ, ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെയാണ് കുട്ടികളെ ഇങ്ങനെ ബസ്സാക്കുന്നത്. അങ്ങനെ പറയരുത് മുസക്കായെ. ഫേസ്ബുക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു അനന്ത സാഗരാണ്. അതിന്റെ തീരത്തിൽ അന്തം വിട്ട് നോക്കി നിൽക്കണം ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ. നിങ്ങൾക്കറിയോ മുസക്കായെ, ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തിക്കുണ്ടല്ലോ 258 ലൈക്കും 116 കമന്റും. അല്ല, ഈ ലൈക്ക് എന്ന് പറഞ്ഞത് പൈസയാ? പിന്നെ ഇഷ്ടം. ആരോട്? നമ്മളോട്. ആർക്ക്? 258 ആൾക്കാർക്ക്. ഈ ആൾക്കാരെന്ന് പറയുമ്പോ അതിന്റെ താണുകളും ഉണ്ടാവോ? പിന്നല്ലാണ്ട് ഇഷ്ടമായി. പഠിച്ചോനെ, ഇത് കൈവിട്ടു പോവല്ലോ. ഞാൻ നോക്കി പാത്തോ, ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അന്റെ ഈ ഫേസ്ബുക്കും ലൈക്കും കമന്റും ഒക്കെ. അടങ്ങി ഒതുങ്ങി നിന്നിരിക്കണ്ടല്ലോ. ഒരു ലൈക്കും കമന്റും ഇല്ലാത്ത മനുഷ്യ. അതേടി, എനിക്കിപ്പോ ലൈക്കും ഇല്ല കമന്റും ഇല്ല. അതൊക്കെ ഉള്ളവര് കുറെ ഉണ്ടല്ലോ. എനിക്ക് അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നതൊക്കെ പഠിപ്പിച്ച ഓനുണ്ടല്ലോ റിസ്വാൻ, ഓനെ ഞാൻ ശരിയായി കൊടുക്കുന്നത്. ഓങ്ങോട്ട് വരട്ടെ. പഠിച്ചോനെ, എന്ത് പറഞ്ഞിട്ടാ നമ്മൾ ഈ മനുഷ്യനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക? ഈ മനുഷ്യൻ എന്തിനാണ് നമ്മളെ തലേക്ക് തന്നെ കെട്ടിവെച്ചത്? മോളിങ്ങനെ നടക്കണേന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ പെരേന്ന് ഇമ്മാരി കളി കളിച്ചാല് മോള് പുറത്തിറങ്ങി എന്തൊക്കെ കളി കളിക്കും? അതാണ് നമുക്ക് ബേജാറ്. ഈ കമ്പ്യൂട്ടറും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അറിയണ ഒരുത്തനെ നമുക്ക് കെട്ടിയാ മതിയായിരുന്നു. അതെ, 4ാം ക്ലാസ് വരെ പഠിച്ച എന്നെ കെട്ടാനേ ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് വരികയല്ലോ. നിങ്ങൾ ഇഞ്ച 4ാം ക്ലാസ്സിനെ പറ്റി കുറ്റൊന്നും പറയണ്ട. നിങ്ങളെ വർത്താനം കേട്ടാ തോന്നല്ലോ നിങ്ങൾ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതാണ്. നിങ്ങൾ വെറും 7ാം ക്ലാസ് അല്ലേ? 7ാം ക്ലാസ്. എടി, 7ാം ക്ലാസ് എന്ന് പറഞ്ഞാല് അത്ര മോശം ഡിഗ്രി അല്ല. UP ആണ്. UP. ഈ വെറും LP അല്ലേ? LP UP എന്നൊക്കെ പറഞ്ഞാല് അത് LP എന്ന് പറഞ്ഞാല് ലേശം പഠിച്ചോളൂ. UP എന്ന് പറഞ്ഞാല് ഉസാറായി പഠിച്ചോന്നാണ്. എന്തായാലും അന്നേക്കാളും 3 കൊല്ലത്തെ വിദ്യാഭ്യാസ യോഗ്യത ഞമ്മക്കുണ്ട്. വലിയ കാര്യം. ഇപ്പൊ നിങ്ങളങ്ങ് പത്രത്തിൽ കൊടുത്തോടി. ഹലോ, MIT മൂസയല്ലേ? ആണെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. സ്ഥലം SI രാജശേഖരനാണ് സംസാരിക്കുന്നത്. അതിന് സാറേ, ഞമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആരും കട്ടിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. MIT മൂസയുടെ മകൾ റസിയ പോലീസ് സ്റ്റേഷനിലുണ്ട്. പഠിച്ചോനെ, എന്തിനാ സാറേ? കുറച്ച് ആൺകുട്ടികളുടെ കൂടെ 2 പെൺകുട്ടികൾ കോഴിക്കോട് കടപ്പുറത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് സംശയം തോന്നി ഞങ്ങൾ പോലീസുകാരെ പൊക്കിയതാ. നമ്മള് മോളോ? അതെ, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കയറി വിടുകയാണോ നിങ്ങൾ? ക്ലാസ്സില്ലാത്ത ദിവസം അവരൊക്കെ എങ്ങോട്ടാ പോകണമെന്ന് രക്ഷിതാക്കളെ നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങൾ ശേഷം വരെ വന്നിട്ട് മോളെ കൊണ്ട് പോകണം. പെട്ടെന്ന് വരൂ. ഞമ്മളിപ്പോ വരാം സാറേ. കണ്ടില്ലേ അന്റെ പൊന്നാറ മോളെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. കൂട്ടുകാരിന്റെ കൂടെ എന്തോ സാധനം വാങ്ങാൻ പോയിന്നല്ല എന്നോട് പറഞ്ഞത്. ചെക്കന്മാരെ കൂടെ കടപ്പുറത്ത് കടങ്ങി നടക്കില്ലോള്. അന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പത്തോ ഓളം കുട്ടി നമ്മളിങ്ങോട്ട് വരട്ടെ. പഠിച്ചോനെ, മൂസക്കായി വരുന്നതിന് മുമ്പ് സുനാമി വന്ന് ലോകം അവസാനിച്ചാ മതിയായിരുന്നു. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, വല്ലാത്ത വല്ലാത്ത കൂടെ കളികാലം.